ഇടുക്കി തൊമ്മൻകുത്തിൽ വനംവകുപ്പ് കുരിശ് പൊളിച്ച തർക്കഭൂമിയിലേക്ക് കുരിശിന്റെ വഴി നടത്തിയതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. നേരത്തെ അവിടെ വലിയ പോലീസ് സന്നാഹവും അതുപോലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂട്ടവും അവിടെ ഉണ്ടായിരുന്നു. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികളാണ് കുരിശിന്റെ വഴി നടത്തുന്നത്. സ്ഥലത്ത് പോലീസിനെയും വനംവകുപ്പിനെയും സന്നാഹമുണ്ട്. സമാധാനത്തോടുകൂടിയാണ് ഈ ദുഃഖവെള്ളി ദിനത്തിൽ വിശ്വാസികൾ കുരിശിന്റെ വഴി നടത്തുന്നത് എന്നാണ് അറിയിച്ചത്. മറ്റൊരു തരത്തിലുള്ള പ്രകോപനത്തിനും തങ്ങളില്ല എന്ന് നേരത്തെ തന്നെ അവർ അറിയിച്ചതാണ്. വിശ്വാസികൾ കുരിശിന്റെ വഴി നടക്കുകയാണ്. അതിപ്പോൾ ഈ നേരത്തെ വിവാദമായ തൊമ്മൻകുത്തിലെ സെന്റ് തോമസ് പള്ളിയിലേക്ക് എത്തുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പോലീസിന്റെ വലിയ സന്നാഹം, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘവും അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. നേരത്തെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് രാഹുൽ വിജയനാണ്. രാഹുൽ തുടരുന്നുണ്ട് നമ്മളോടൊപ്പം ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ടോ? പ്രശ്ന സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ? സമാധാനത്തോടു കൂടിയുള്ള ഒരു കുരിശിന്റെ വഴി കർമ്മം എന്നാണ് പറഞ്ഞത്. എന്താണ് വിശദാംശം? ഒരു ഭാഗത്ത് വെച്ച് തടയുകയുണ്ടായി. കാരണം കഴിഞ്ഞ ദിവസം ഈ കുരിശ് പൊളിച്ചതിന് തൊട്ടടുത്ത് വെച്ചുകൊണ്ടാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വിശ്വാസികളെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും വനംവകുപ്പിന്റെ തടച്ചില്ല, അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ കഴിഞ്ഞ ദിവസം ആ കുരിശുണ്ടായിരുന്ന സ്ഥലത്ത് അവരവരുടെ വിശ്വാസപ്രകാരമുള്ള കുരിശ് വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, ആചാരപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും നടത്തുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. മുകളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കുരിശ് അതിന്റെ വഴി ഇവിടെ തടഞ്ഞത് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വിശ്വാസികളോടും അതുപോലെ തന്നെ പള്ളിയിലെ പുരോഹിതന്മാരോടും പറയുകയും ചെയ്തത്. എന്നാൽ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇത് ഒരു കാരണവശാലും വനംവകുപ്പിന്റെ ഭൂമിയല്ല എന്നുള്ളത് വിശ്വാസികൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇതിന്റെ കൈവശാവകാശം ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും ഉള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലം പള്ളിക്ക് ഒരു വിശ്വാസി വിട്ടു നൽകുകയും അവിടെ കുരിശ് സ്ഥാപിക്കുകയും ചെയ്തത്. ആ കുരിശ് പൊളിച്ചു മാറ്റിയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് ആദ്യമേ തന്നെ വ്യക്തമാക്കി തരുന്നതാണ്. എന്നാൽ വനംവകുപ്പ് യാതൊരു വിധത്തിലും അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിശ്വാസികൾക്കെതിരെയും അതുപോലെ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കെതിരെയും കഴിഞ്ഞ ദിവസം ഈ കുരിശ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇന്ന് ഈ ദുഃഖവെള്ളി ദിനത്തിൽ ഇങ്ങോട്ടേക്ക് വിശ്വാസികളുടെ നേതൃത്വത്തിൽ, ഈ പള്ളിയുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ കുരിശുമല കയറ്റം നടത്തിയത്. സമാധാനപരമായിട്ടുള്ള കുരിശുമല കയറ്റമായിരുന്നു. യാതൊരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിരുന്നു. കുരിശ് സ്ഥാപിക്കാനോ കുരിശ് നാട്ടാനോ ഇങ്ങോട്ട് വന്നതല്ല എന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ വനംവകുപ്പ് അത് കൈക്കൊണ്ടില്ല. അത് അല്ലെങ്കിൽ അവരുടെ ഈ ആളുകളുടെ അടക്കം പ്രതികരണം വരുന്നുണ്ട്. ചേട്ടാ, ഇത് ഇങ്ങനെ ഒരു സംഭവം വനംവകുപ്പ് തടയുകയുണ്ട്, എന്താ പറയാ? അല്ല, ഇപ്പൊ 10-60 വർഷം മഴക്കമുണ്ട്, വലിയ റോഡുമുണ്ട്. അതൊക്കെ തടയാന്ന് പറഞ്ഞാൽ മനുഷ്യരഹിതമായ ഒരു കാര്യമല്ല. എന്നായാലും ഞങ്ങളിവിടെ കുരിശ് താമസിക്കാൻ വന്നതല്ല. 65 വർഷമായിട്ട് ഇവിടെ സ്ഥിര താമസമുള്ളവരാണ്. പട്ടയം ഇല്ലാന്നൊരു മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് 800 മീറ്റർ അപ്പുറയാണ് ജണ്ടിട്ട് തിരിച്ചിരിക്കുന്നത്. ഫോറസ്റ്റിന്റെ അതിർത്തി തിരിച്ചിരിക്കുന്നത് 800 മീറ്റർ അപ്പുറയാണ്. ഇത് കൈവശ ഭൂമിയാണ്. ജി കെ, അങ്ങനെയാണ്. ഇത് കൈവശ ഭൂമിയാണ്, ഒരു തരത്തിലും ഇത് വനഭൂമിയല്ല. അതുകൊണ്ട് വനംവകുപ്പിന്റെ വാദത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്, ഇടവക അംഗങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആചാരപ്രകാരമുള്ള അവരുടെ മതപരമായിട്ടുള്ള വിശ്വാസത്തെ തകർക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഈ കുരിശുമല കയറ്റത്തെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ തടയാനോ ഒരു കാരണവശാലും വനംവകുപ്പിന് അധികാരമില്ല എന്നുള്ളതാണ് വിശ്വാസികൾ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ തടസ്സം മറികടന്നുകൊണ്ട് വിശ്വാസികൾ കഴിഞ്ഞ ദിവസം കുരിശ് പൊളിച്ച അതേ സ്ഥലത്ത് തന്നെ അവരുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ആചാരപ്രകാരമുള്ള കുരിശ് കൊണ്ടുവരികയും അവിടെ വെച്ചുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകുന്നത്. ഇടുക്കി തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയിലേക്ക് നടന്ന കുരിശിന്റെ വഴി വിവാദമായ കുരിശ് പൊളിച്ച ഇടത്ത് അവിടെ വെച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവരുമായി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഏതായാലും ഇത് വനംവകുപ്പിന്റെ ഭൂമിയല്ല എന്ന നിലപാട് അവർക്കുണ്ട്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ ഈ സ്ഥലത്ത് കുരിശിന്റെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാൻഡിൽ ഞങ്ങൾക്ക് കയറണല്ലോ, അതൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാരണം അതിന് മാത്രം എന്റെ വഴി കുരിശ് നടത്തുക അവർ കട്ടെടുത്ത വനംവകുപ്പ് കുരിശ് പൊളിച്ച തർക്കഭൂമിയിലേക്ക് കുരിശിന്റെ വഴി നടത്തുകയാണ്. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികളാണ് കുരിശിന്റെ വഴി നടത്തുന്നത്. സ്ഥലത്ത് വനംവകുപ്പിന്റെയും പോലീസിന്റെയും സന്നാഹമുണ്ട്. ഇടയ്ക്ക് വെച്ച് വനംവകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുമായി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. രാഹുൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാക്ക് തർക്കത്തിനോ വാക്കേറ്റത്തിലേക്കോ ഒക്കെ എത്തുന്ന സാഹചര്യമുണ്ടോ? സമാധാനപരമായി ഇന്ന് ദുഃഖവെള്ളി ദിനത്തിൽ കുരിശിന്റെ വഴി നടത്തുന്നു എന്നാണ് വിശ്വാസികൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. മറ്റെന്തെങ്കിലും പ്രശ്ന സാധ്യത നിലനിൽക്കുന്നുണ്ടോ?
ജിഗി, വിശ്വാസ സമൂഹം പറയുന്നത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ ഇങ്ങനെ തടയേണ്ട യാതൊരു സാഹചര്യമുള്ളതല്ല. സമാധാനപരമായിട്ട് ഇങ്ങോട്ടേക്ക് കുരിശിന്റെ വഴി നടത്തുകയായിരുന്നു. അത് തടയേണ്ട യാതൊരു ആവശ്യവും വനംവകുപ്പിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ വനംവകുപ്പ് അങ്ങനെയല്ല. മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഇത് തടഞ്ഞേ പറ്റുകയുള്ളൂ. ഇത് വനഭൂമിയാണ്, റിസർവ് ഫോറസ്റ്റിൽപ്പെട്ട സ്ഥലമാണ്. അവിടെ കുരിശ് സ്ഥാപിച്ച തെറ്റായ കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുണ്ട്. അത്തരമൊരു സ്ഥലത്തേക്ക് വീണ്ടും കുരിശുമായി എത്തുന്ന ഈ കുരിശിന്റെ വഴി അത് അനുവദിക്കില്ല. അതുകൊണ്ടാണ് തടയുന്നതെന്നാണ് റേഞ്ച് ഓഫീസർ അടക്കം ഈ വിശ്വാസികളോട് പറയുകയും ചെയ്തത്. എന്നാൽ അത് അംഗീകരിക്കാൻ വിശ്വാസികൾ തയ്യാറായില്ല. ആദ്യമേ മുതൽ തന്നെ ഈ കുരിശ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 40-ാം വെള്ളിയാണ് കുരിശ് പൊളിച്ചത്. അന്ന് മുതൽ തന്നെ പറയുന്നുണ്ട് ഇത് വനഭൂമിയല്ല, റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമല്ല, ജണ്ടയിട്ട് തിരിച്ചിരിക്കുന്ന സ്ഥലം വേറെയാണ്. അതുകൊണ്ട് തന്നെ ഇത് കൈവശ ഭൂമിയാണ്, പട്ടയമില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഇത് കൈവശ ഭൂമിയാണ്. ഇവിടെ കുരിശ് സ്ഥാപിച്ചത് തെറ്റായ കാര്യമോ അല്ലെങ്കിൽ വനഭൂമിയിലോ അല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ വാദമായിട്ട് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ കൈവശം ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ഈ പള്ളിയുടെ കൈവശമുള്ളതാണ് അല്ലെങ്കിൽ വിശ്വാസികളുടെ കൈവശമുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരം സംഭവത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഇവരുടെയും കുരിശിന്റെ പല കഴിഞ്ഞ ദിവസം കുരിശ് പൊളിച്ച് അങ്ങോട്ടേക്ക് നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ ആളുകളുടെ പ്രതികരണം വന്ന പോലെ തന്നെ, വിശ്വാസികളുടെ പ്രതികരണം വന്ന പോലെ തന്നെ ഇതൊരു കാരണവശാലും വനഭൂമിയല്ല എന്ന് അവർ ആവർത്തിച്ച് പറയുകയാണ്. പക്ഷേ വനം വകുപ്പ് അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവർക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശം ഇത് റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ ചടങ്ങുകൾ ഇവിടെ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവർ തടഞ്ഞു. പക്ഷേ ആ തടസ്സം മറികടന്നുകൊണ്ട് വിശ്വാസികൾ എല്ലാവരും കയറുകയും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവർ അവരുടെ ആചാരപ്രകാരമുള്ള രീതിയിൽ, അവർ മതപരമായിട്ടുള്ള രീതിയിൽ അവരവരുടെ പ്രാർത്ഥനാ കർമ്മങ്ങൾ അവിടെ നടത്തുകയും ചെയ്യുകയാണ്. എന്തായാലും മറ്റു പ്രശ്നങ്ങളോ സംഘർഷമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. സമാധാനപരമായിട്ടാണ് അവരുടെ പ്രാർത്ഥനാ ചടങ്ങുകളെല്ലാം ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണെങ്കിലും ബലം പ്രയോഗിച്ചുകൊണ്ടുള്ള ഒരു മാറ്റത്തിലേക്ക് അവർ ഇപ്പോൾ നീങ്ങുന്നില്ല, മുതിരുന്നില്ല. അവർ മാറി നിൽക്കുകയാണ്. പോലീസും സമാധാനപരമായി മാറി നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെ ഇവർ ഉറപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കുരിശ് സ്ഥാപിക്കുകയല്ല, മറിച്ച് ഇവരുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള പള്ളിയിലുള്ള ഈ കുരിശിന്റെ വഴി നടത്തുന്ന കുരിശുമായി വന്നാണ് ഇവർ പ്രാർത്ഥനയുമായി എത്തിയതാണ്. ആ കുരിശ് ഇവിടെ വെച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷം ആ കുരിശുമായി തന്നെ മടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കുരിശും ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഈ വിശ്വാസ സമൂഹം അല്ലെങ്കിൽ ഈ ഇടവകയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് ഇവിടെ ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഇടുക്കി തൊമ്മൻകുത്തിലാണ് വനം വകുപ്പ് കുരിശ് പൊളിച്ച ആ തർക്കഭൂമിയിലേക്ക് ഇപ്പോൾ കുരിശിന്റെ വഴി യാത്ര നടന്നത്. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികളായിരുന്നു കുരിശിന്റെ വഴിയെ നടന്നത്. സ്ഥലത്ത് വനംവകുപ്പിന്റെയും പോലീസിന്റെയും സന്നാഹമുണ്ട്. ഇത് റിസർവ് വനമാണ്, അതുകൊണ്ട് തന്നെ കുരിശ് നാട്ടാൻ പാടില്ല, അവിടേക്ക് വരാൻ പാടില്ല എന്നുള്ള നിലപാട് വനംവകുപ്പ് ഉന്നയിക്കുന്നുണ്ട്. അതേസമയം തന്നെ ദുഃഖവെള്ളി ദിനത്തിൽ കുരിശിന്റെ വഴി എന്നത് മതപരമായ ഒരു കർമ്മത്തിന്റെ ഭാഗമായി എത്തിയതാണ്. കുരിശ് നാട്ടുക എന്നത് തങ്ങളുടെ ഉദ്ദേശമല്ല. ഇത് ഞങ്ങളുടെ ഇടവകയുടെ സ്ഥലമാണ്, നാട്ടുകാരാണ്, വിശ്വാസികളായിട്ടുള്ള നാട്ടുകാരാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നൊക്കെയാണ് ഉദ്യോഗസ്ഥരോട് ഈ വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ചെറിയ തോതിലുള്ള ഒരു അനിശ്ചിതത്വ സാധ്യത സാഹചര്യം അവിടെ നിലനിന്നിരുന്നു. അതിന്റെ വിശദാംശങ്ങളായിരുന്നു രാഹുൽ വിജയൻ നൽകിക്കൊണ്ട്